എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഇപ്പൊ അടുത്ത കാലത്ത് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതില് ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ജോൺ ആസ് വെൽ ആസ് ഹിസ് ബ്രദർ ഡാഷ് ഇൻ ഓണസ്റ്റി ആൻഡ് ഹാർഡ് വർക്ക്. ആൻസർ ബി, believes. John as well as his brother believes in honesty and hard work. Next question, which of the following sentence contains a gerund? Answer C, swimming is a good exercise. Next question, choose the correct sentence from the choice given below. Answer A, he entered the room. Next question, if he wore a lifebuoy, he dash would not drown. 84 C ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, convert the following sentence into reported speech. Sheila asked me, do you believe in the essential goodness of humanity? Answer A, Sheila asked me whether I believed in the essential goodness of humanity. Next question, Dora is a scientist who is interested in the fossil history of life. Choose the suitable one-word expression for the parts given in italics. Scientist who is interested in fossil history of life. Answer D, paleontologist. Next question, what is the meaning of the idiom kick the bucket? Answer B, to die. Kick the bucket means to die. Next question, there was a rumor about an advancing army. Choose the most appropriate word opposite in meaning of the word given in italic. Advancing, opposite. Answer C, retreating. Next question, anyway, we have to dash this problem. Choose the appropriate phrasal verb from the choices given below. Answer A, sort out. Anyway, we have to sort out this problem. Next question, what is the expansion of E.G meaning for example? Answer D, exemplificatia. Next, മലയാളാണ്. അർത്ഥമനുസരിച്ച് ശരിയായ പദമേത്? ബി ആണ്, തിമിംഗിലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സൂര്യന്റെ പര്യായം അല്ലാത്തതേത്? ആൻസർ ഡി ആണ്, സുധാംശു. പര്യായം അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുക്തകണ്ഠം എന്ന പദത്തിന്റെ അർത്ഥം? ഉറക്കെ. മുക്തകണ്ഠം ഉറക്കെ. എ എന്നുള്ളതാണ് ആൻസർ. ശരി. ശരിയായ വാക്യമേത്? ആൻസർ ഡി ആണ്, 3 മാസങ്ങൾക്ക് മുമ്പ്. 3 മാസങ്ങൾക്ക് മുമ്പ് അങ്ങനെയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, വായന, ദിനം എന്നീ പദങ്ങൾ ക്രമമനുസരിച്ച് വിശേഷണങ്ങളായി വരുമ്പോൾ സന്ധി ചെയ്യുമ്പോൾ വ്യാകരണ നിയമപ്രകാരം ശരിയായ രൂപമേത്? ആൻസർ എ ആണ്, വായന ദിനം. വായന ദിനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനം ഏത്? ആൻസർ ഡി, അവർകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുമുൽ കാഴ്ച എന്ന പദം പിരിച്ചെഴുതുക.
ആൻസർ എ തിരുമുൻ പ്ലസ് കാഴ്ച, തിരുമുൽ കാഴ്ച. തിരുമുൻ പ്ലസ് കാഴ്ച, തിരുമുൽ കാഴ്ച. നെക്സ്റ്റ്, ടു ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനമാണ്. ആൻസർ ഡി പ്രശ്നത്തിന്റെ കാതലായ ഭാഗം പരാമർശിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്കൃത മധു എന്നതിലെ സംസ്കൃത ശബ്ദത്തിന്റെ വിപരീതം. ആൻസർ സി അസംസ്കൃതം. സംസ്കൃതം വിപരീതം അസംസ്കൃതം. സംസ്കൃത മധു സംസ്കൃതം, അസംസ്കൃതമാണ് വിപരീതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒറ്റപ്പദമാക്കുക. ആൻസർ സി വിജിഗീഷു. വിജിഗീഷു. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.